ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസേഗൺ. എൻ്റെ എല്ലാ മക്കൾക്കും റേസേഗണിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് തത്തക്കൂട്ടാണ്. അപ്പോൾ തത്തയുടെ ആ രസകരമായിട്ടുള്ള ഒരു കൂട്ടിനെ കുറിച്ചിട്ടാണ്. തത്തക്കൂട്ട് അല്ലെ, നമുക്കൊക്കെ കൂട്ടുകൂടാൻ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ വീട്ടിലും എന്താണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് ഒരു തത്ത കൂട്ടായിട്ട് വന്നിട്ടുള്ള ഒരു വാർദ്ധക്യത്തിൽ എന്താണ് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വാർദ്ധക്യത്തിൽ കൂട്ടായിട്ട് വന്നിട്ടുള്ള ഒരു തത്തയുടെ കൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ആശയം മനസ്സിലാവാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് മിസ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് ഏതാണ് വീഡിയോ വേണ്ടത് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് രസകരമായിട്ട് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു കഥ കേട്ടിരിക്കുക. അപ്പം രസകരമായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കി നിങ്ങൾ ആദ്യം നമുക്ക് എന്താണ് ഈ തലക്കെട്ടിന് മുകളിലായിട്ട് ഒരു 2 വരി കാണാം അല്ലേ. എന്താണ്? ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ ഒന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എന്താണ് എൻ്റെ ജീവിതം നയിക്കാം എന്ന് വിചാരിച്ചാൽ എനിക്ക് എന്താണ് അങ്ങനെ സന്തോഷമായിട്ട് സങ്കടമായിട്ട് ഒന്നും എന്താണ് എനിക്ക് അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് കൂട്ടുകാരായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരായിട്ടും പ്രകൃതിയുമായിട്ടും ജീവജാലങ്ങളുമായിട്ടും ഒക്കെ എന്താണ് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്താണ് നമുക്ക് സന്തോഷവും ആ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പോയിന്റ് ആക്കി നോട്ടിലേക്ക് എഴുതി വെക്കണേ. ഞങ്ങളും നിങ്ങളും എന്ന മനോഭാവം പുലർത്തുമ്പോഴാണ് ചിലർ ഒറ്റപ്പെട്ടു പോകുന്നത്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. കൈത്താങ്ങും പരിഗണനയും ഉൾച്ചേർക്കലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇനി ഈ ഒരു പാഠഭാഗത്തിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് മക്കൾക്ക് എഴുതി വെക്കാവുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? കൂട്ടായ്മ കൊണ്ട് യാതനകളെയും വേദനകളെയും മറികടക്കുന്നതിന്റെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. സങ്കീർണമായിട്ടുള്ള ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യേതര കഥാപാത്രങ്ങൾക്കും കഴിയും. ഇത്തരമൊരു കഥയാണ് പ്രശസ്ത കഥാകാരിയായിട്ടുള്ള ഗ്രേസിയുടെ തത്തക്കൂട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഇനി നമുക്ക് കഥയൊന്ന് വായിച്ചു നോക്കാം. വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഇമാജിനറി വേൾഡിലായിരിക്കണം കേട്ടോ. അതൊന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. എനിക്കാദ്യം പോകണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി. കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. തത്തക്കൂടിന്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു, ഇനി നീയായിട്ട് എന്തിനാ, നീയും പൊയ്ക്കോ. അപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ആര്? നമ്മുടെ ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും. ആരൊക്കെയാണ്? ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും. അപ്പോൾ ഭാഗ്യലക്ഷ്മി എപ്പോഴും പറയും, പ്രായമായവരാണ് ഇവർ 2 പേരും. അപ്പം ഭാഗ്യലക്ഷ്മി എപ്പോഴും പറയും, ഞാനാണ് ആദ്യം മരിച്ചു പോവുക. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ എന്ത് ചെയ്തു? ആദ്യം മരിച്ചുപോയി. അങ്ങനെ ഇവർക്ക് കൂട്ടായിരുന്ന ആ തത്തയുടെ കൂടിന്റെ വാതിൽ തുറന്ന് തത്തയോട് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു, ഇനി നീയായിട്ട് എന്തിനാ, നീയും പോയിക്കോ എന്നെ വിട്ടിട്ട് എന്ന് പറഞ്ഞു. പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി. അത് കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേയുള്ളൂ. ഇതിനു മുൻപും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്. 1 അല്ല 2 വട്ടം. അപ്പോൾ ഈ ഒരു തവണയല്ല, 2 തവണ അയാൾ എന്താണ് ഈ തത്തയുടെ കൂട് തുറന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 or 6 കൊല്ലം മുൻപാണ്. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. ഈ തത്തയെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ള കഥ പറയാണ്. 5 or 6 കൊല്ലം മുൻപാണെന്ന് തോന്നുന്നു. നട്ടുച്ചയ്ക്ക് ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു. ആരായി അയാൾ? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ ഇങ്ങനെ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇങ്ങനെ മയങ്ങുന്ന സമയത്താണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? മുറ്റത്തിന്റെ ഇറമ്പിൽ അവനിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുന്ന കൊന്നത്തെങ്ങിന്റെ ചൂട്ടിൽ കാക്കകളുടെ കലമ്പലും ഒരു പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിലും അയാളെ കൊത്തിയുണർത്തി. ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് ഒരു കരച്ചിൽ, കാക്കകളുടെ എന്താണ് കലപില ശബ്ദം. അപ്പൊ അയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്തിനാണ് ഈ കാക്കകൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? ഏതാണ് ആ കിളിയുടെ ഒരു ശബ്ദം? അങ്ങനെ അയാൾ ഞെട്ടി ഉണർന്നു. എന്താ എന്ന് ഉറക്കപ്പിച്ചോടെ അയാൾ ചാടി എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. എന്താ അവിടെ എന്ന് നോക്കി. ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. അടുത്തു ചെന്നതോടെ കാക്കക്കൂട്ടം പറന്നു മാറി അടുത്ത മരക്കൊമ്പുകളിലിരുന്ന് അയാളെ ഉറക്കെ ശകാരിച്ചു. തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരൽ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു. അങ്ങനെ എന്താണ് അയാൾ ചെന്നപ്പോഴേക്കും കാക്കപ്പട എന്താണ് തൊട്ടടുത്തുള്ള മരത്തിൽ പോയിരുന്ന് പിറുപിറുത്തു. കാരണം എന്താണ് ഈ
കുഞ്ഞിനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ കാക്കകൾക്ക്. അങ്ങനെ ഇയാൾ നോക്കുന്ന സമയത്ത് ഒരു തത്തക്കുഞ്ഞ് ചോര ഒലിപ്പിച്ച് എന്താണ് കാലൊക്കെ ഉള്ളോട്ടാക്കിയിട്ട് വയ്യാണ്ട് ഇങ്ങനെ കിടക്കാണ്. അയാൾക്ക് സങ്കടം തോന്നി. എന്തുകൊണ്ടോ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവ മുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത്. അതായത് ആ ചോര ഒലിപ്പിച്ച തത്തക്കുഞ്ഞിനെ കണ്ടപ്പോൾ അയാൾക്ക് അയാളുടെ ആദ്യമായിട്ട് ആ മൂത്ത മകനെ എന്താണ് നേഴ്സ് കൊണ്ടുവന്ന ഒരു രംഗം ഓർമ്മ വന്നു. ഇപ്പോൾ എന്താണ് മക്കളും ഒന്നും എന്താണ് തിരിഞ്ഞു നോക്കാതെ ഈ ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ. അങ്ങനെ അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഒരു കുഞ്ഞിനെ, സ്വന്തം മകനെ എടുക്കുന്നത് പോലെയാണ് ആ തത്തക്കുഞ്ഞിനെ അയാൾ കയ്യിലെടുത്തത്. അയാൾ കുനിഞ്ഞ് തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു. അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു. അങ്ങനെ അയാൾ അതിനെയും കൊണ്ട് വീടിന്റെ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അയാൾ നീട്ടി വിളിച്ചു. എന്ത് വിളിച്ചു? ഭാഗ്യം. ഭാഗ്യലക്ഷ്മി കിടപ്പുമുറിയിൽ ഒന്ന് മയങ്ങാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഈർഷ്യയോടെ എന്താ കുട്ടി എന്ന് കടുപ്പിച്ച് പുറത്തേക്ക് വന്നു. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോവാണ്. നമ്മളെ ഉറക്കത്തിൽ നിന്ന് ആരെയും വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല. അതുപോലെ തന്നെ ഒരു അനിഷ്ടത്തോടു കൂടെയാണ് ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് വരുന്നത്. എന്താ കുട്ടി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. കുട്ടിക്കൃഷ്ണനെ കുട്ടി എന്നാണ് ഭാഗ്യലക്ഷ്മി വിളിക്കുന്നത്. ഭാഗ്യത്തെ ഭാഗ്യം എന്നാണ്, ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നാണ് കുട്ടിക്കൃഷ്ണൻ വിളിക്കുന്നത്. കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ എന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് കൽപ്പിച്ചു. കയ്യിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ കൗതുകത്തോടെ ഒന്ന് നോക്കി ഭാഗ്യലക്ഷ്മി വേഗം തന്നെ പഞ്ഞിയും മഞ്ഞൾപ്പൊടിയുമായി മടങ്ങിയെത്തി. പഞ്ഞി കൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി അയാൾ മഞ്ഞൾപ്പൊടി തൂവി. ഭാഗ്യലക്ഷ്മി അതിൻ്റെ കൊക്ക് പിളർത്തി ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. അങ്ങനെ അവർ അതിനെ ശുശ്രൂഷിച്ച് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ കിടന്നിരുന്ന ആ ഒരു ചാരു കസേരയിൽ ആ ചാരു കസേരയുടെ ആ തുണിയിൽ എന്ത് ചെയ്തു? നമ്മുടെ തത്തക്കുഞ്ഞിനെ ഇങ്ങനെ കിടത്തി. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെ കുറിച്ച് ഓർത്തു. അവരുടെ ഉള്ളിൽ മക്കൾ തിരിഞ്ഞു നോക്കാത്തതിൽ സങ്കടമുണ്ട്. ഓസ്ട്രേലിയയിലാണ് ഒരാൾ കാനഡയിലാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ സങ്കടം അതുപോലെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ തത്തക്കുഞ്ഞിനെ നോക്കുക മാത്രം ചെയ്തു. മക്കൾ നാട്ടിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി അന്ന് എന്ന് ഒരുമിച്ച് നെടുവീർപ്പിട്ടു. പേരക്കുട്ടിയുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പിന്നെയും വിങ്ങിപ്പൊട്ടി. അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി, പിന്നെ കണ്ണു തുറന്നു. അങ്ങനെ അവരുടെ ആ കൈയുടെ ചൂടേറ്റിട്ട് തത്തക്കുഞ്ഞ് എന്ത് ചെയ്തു? ഇവർക്ക് ഇങ്ങനെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇവർ ആലോചിച്ച് സങ്കടപ്പെടുകയാണ്, ഇങ്ങനെ തത്തക്കുഞ്ഞിനെ ഉഴിഞ്ഞു കൊടുത്തുകൊണ്ട്. അപ്പോൾ ആ ചൂടിൽ എന്താണ്? തത്തക്കുഞ്ഞൊന്ന് കണ്ണ് നിവർത്തി. കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു, ഇനി അത് പോവില്ല എന്ന് തോന്നുന്നു അല്ലെ? തോന്നണു എന്ന് പറഞ്ഞു. ഇനി എന്താണ്? അത് ചത്തുപോവില്ല എന്ന് തോന്നണു. അയാൾ എഴുന്നേറ്റ് തട്ടിൻ മുകളിൽ നിന്ന് പഴകിയ ഒരു കമ്പിക്കൂട് എടുത്തുകൊണ്ടുവന്ന്, കുട്ടികൾ പണ്ട് അതിൽ ഒരു മൈനയെ വളർത്തിയിരുന്നു. അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെ, അതും ചത്തുപോയപ്പോൾ കൂട് തട്ടിൻ മുകളിൽ കയറ്റിയതാണ്. കുറച്ച് പഞ്ഞി ഒരു തോർത്തിൽ പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വെച്ചു. അങ്ങനെ നമ്മുടെ കുട്ടിക്കൃഷ്ണൻ എന്ത് ചെയ്തു? തട്ടിൻപുറത്തുള്ള നമ്മുടെ ഓടിട്ട വീടാണ്, അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് വെച്ചിരുന്ന കൂട് എടുത്തു കൊണ്ടുവന്നു. ആദ്യം മൈനയായിരുന്നു കുട്ടികൾ നോക്കിയത്. അത് ചത്തുപോയപ്പോൾ അണ്ണാനെ നോക്കി. പിന്നെ ആ കൂട് മുകളിൽ കെട്ടിയതാണ്. ആ കൂട് എടുത്തു വന്നിട്ട് അത് ഒരു തോർത്തിൽ പഞ്ഞിയൊക്കെ ആക്കി ഒരു കിടക്ക പോലെ ആക്കിയിട്ട് ആ കൂട്ടിൽ വെച്ച് തത്തയെ അതിലിരുത്തി. കുറച്ച് അങ്ങനെ കൂട്ടിൽ വെച്ചു. കുട്ടിക്കൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിൽ എടുത്തു കിടത്തി. കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, ചിലപ്പോൾ അതിൻ്റെ തന്തയും തള്ളയും അന്വേഷിച്ചു വരുമായിരിക്കും. എന്നാ പിന്നെ പറന്നു പോകാറാകുമ്പോൾ കൂട് തുറന്ന് അവരുടെ കൂടെ വിടാലോ. നമുക്കിത് ഉമ്മറത്ത് വെക്കാം, ഈ കൂട് ഉമ്മറത്ത് വെക്കാം എന്താണ്? അതിൻ്റെ തന്തയും തള്ളയും അന്വേഷിച്ചു വന്നാൽ അതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? അപ്പോൾ കൂട് തുറന്ന് വിടാം, ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ചു വന്നില്ല. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു. ചുണ്ടുകളിൽ 2-3 തുള്ളി പഴച്ചാർ ഇറ്റിച്ച് തിരികെ വെക്കുകയും ചെയ്തു. അങ്ങനെ ഭാഗ്യലക്ഷ്മി എന്ത് ചെയ്തു? അതിന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷെ എന്താണ്? കുട്ടിക്കൃഷ്ണൻ പറഞ്ഞതുപോലെ അതിൻ്റെ തന്തയും തള്ളയും ആരും അതിനെ അന്വേഷിച്ചു വന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടിക്കൃഷ്ണന് സങ്കടമായി. കാരണം എന്താണ്? ഇത് നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇതിന് പക്ഷികളുടെ കൂട്ടത്തിൽ കൂട്ടില്ല പക്ഷികൾ. അപ്പോൾ അതിന് ഒറ്റപ്പെട്ടു പോയില്ലേ എന്നൊരു സങ്കടം നമ്മുടെ കുട്ടിക്കൃഷ്ണനുണ്ട്. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്ത് എന്ന് തോന്നിയപ്പോൾ കൂട് തുറന്ന് അയാൾ പറഞ്ഞു, ഇനി പൊയ്ക്കോ അല്ലെ? അത്യാവശ്യം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു എന്ന സമയമായപ്പോൾ നമ്മുടെ കുട്ടികൃഷ്ണൻ പറഞ്ഞു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി. അയാൾ
നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിൻ്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു. എന്നാലും കൂട് അടയ്ക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റി നിന്നു. അങ്ങനെ ഈ തത്തക്കുഞ്ഞ് എന്താണ്, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന മട്ടിൽ കൂട്ട് തന്നെ കിടന്നു. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ എന്ത് ചെയ്തു, വാതിൽ തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, നൈസായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, നീ പൊയ്ക്കോ എന്നുള്ള ഭാവത്തിൽ കുട്ടിക്കൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിന്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി എന്ന് ഭാഗ്യലക്ഷ്മി അയാളെ ആശ്വസിപ്പിച്ചു. കാരണം അത് പോവാത്തത് കണ്ടപ്പോൾ കുട്ടിക്കൃഷ്ണന് സങ്കടമായി. കാരണം ഇത് ഇനി ഒറ്റപ്പെട്ടു പോയില്ലേ. ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞു, അതിന്റെ ചിറകിന് വേണ്ടത്ര നീളമൊന്നും ഇല്ലടോ, പറക്കാനായിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി കുട്ടിക്കൃഷ്ണനെ സമാധാനിപ്പിച്ചു. അങ്ങനെ പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവരിരുവരും തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു. വിശാലവും മനോഹരവുമായ ഒരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതിന്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, കുറച്ചുകൂടി ഒരു വലിയ കൂട് വാങ്ങിയിട്ട് തത്തയെ അതിലേക്ക് എന്താക്കി മാറ്റി പാർപ്പിച്ചു. അങ്ങനെ അതിന്റെ പിറ്റേന്ന് നമ്മുടെ തത്തക്കുഞ്ഞ് എന്ത് വിളിച്ചു, കുട്ടി എന്ന് ആരെ വിളിച്ചു, കുട്ടിക്കൃഷ്ണനെ വിളിച്ചു. തത്ത നന്നായിട്ട് മലയാളം സംസാരിക്കും. അങ്ങനെ കുട്ടി എന്ന് വിളിച്ചു. അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി. എന്നാലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിനെ മറ്റു തത്തകൾ കൂട്ടത്തിൽ കൂട്ടിന്ന് വരില്ല. അതുകൊണ്ട് എത്രയും വേഗം തുറന്നു വിട്ടേക്കാം. അങ്ങനെ എന്താണ്, ആദ്യം ഒരു തവണ തുറന്നു വിട്ടു അല്ലേ, അത് പോയില്ല. പിന്നെ രണ്ടാമത് കുട്ടികൃഷ്ണന് പേടിയായി. കാരണം ഇനി എന്താണ്, മനുഷ്യഭാഷ സംസാരിച്ചാൽ ഇനി ഇതിനെ എന്തായാലും തത്തകൾ കൂട്ടത്തിൽ കൂട്ടിയില്ല, ഇത് ഒറ്റപ്പെട്ടു പോയില്ലേ, ഇതിന് സങ്കടാവില്ലേ, നമുക്ക് വേഗം തുറന്നു വിടാം എന്ന് പറഞ്ഞ് വീണ്ടും എന്താണ് നമ്മുടെ കുട്ടികൃഷ്ണൻ വാതിൽ തുറന്നു. അയാൾ രണ്ടാമതും കൂടിന്റെ വാതിൽ തുറന്നു വെച്ചു. അപ്പോഴും അതിന്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താക്കുഴപ്പത്തിലായി. കാരണം അതിനെന്താണ്, ഈ വീട് വിട്ട് പോകാൻ തോന്നില്ല. അപ്പം നമ്മുടെ കുട്ടിക്കൃഷ്ണൻ ചിന്താക്കുഴപ്പത്തിലായി. അവർക്കും ഇതിനെ ഇഷ്ടമാണ്, പക്ഷേ എന്താണ്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നല്ലതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഇനി മറ്റ് തത്തകൾ കൂട്ടത്ത് കൂട്ടില്ലേ എന്ന് ആർക്കും സങ്കടവുമുണ്ട്, കുട്ടിക്കൃഷ്ണന് സങ്കടവുമുണ്ട്. അങ്ങനെ അന്നേരം ഭാഗ്യലക്ഷ്മി ചിരിച്ചു. തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടു പോകാൻ തോന്നണുണ്ടാവില്ല. അപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞു, തത്തപ്പെണ്ണിന് കുട്ടിയെ വിട്ടു പോകാൻ തോന്നണുണ്ടാവില്ല, അതാണ് അത് കൂട്ടിലിരിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അപ്പോൾ തത്ത ഒന്ന് അമർത്തി മൂളി, എന്നിട്ട് നീട്ടി വിളിച്ചു. ഇത് കേട്ട സമയത്ത് ഒന്നുകൂടെ അമർത്തി മൂളിയിട്ട് നമ്മുടെ തത്ത ആരെ വിളിച്ചു, പാക്യം. ഭാഗ്യം ഒരു നേരം വാ പൊളിച്ചു നിന്നു. പിന്നെ താടിക്ക് കൈകൊടുത്ത് ആലോചനയിലാണ്ടു. ഒടുവിൽ പാതി കളിയായി തത്തയോട് പറഞ്ഞു, അങ്ങനെ എന്നെയും വിളിച്ചു എന്നുള്ള അതിശയത്തിലായി. എന്നിട്ട് കളിയാക്കി പറഞ്ഞു, നീയേ നാവ് വടിക്കാത്തോണ്ടാണ് പാക്യം എന്ന് വിളിക്കുന്നത്, നാളെ തൊട്ട് കരിമ്പന ഓല തരണ്ട്. അല്ലെ, നീ നാവ് വടിക്കാത്തോണ്ടാ പാക്യം എന്ന് വിളിക്കുന്നത്, ഞാൻ ഭാഗ്യമാണല്ലേ. നിനക്ക് തെളിയാത്തത് എന്താണ്, കരിമ്പന ഓല വെട്ടി നാവ് വടിക്കാത്തത് കൊണ്ടാണ്, നാളെ നിനക്ക് ഞാൻ കരിമ്പന ഓല തരുന്നുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്ത ഭാഷ തെളിഞ്ഞു. അതായത് കരിമ്പനയോലൊന്നും വേണ്ട, നല്ല ഭംഗിയായിട്ട് നമ്മുടെ തത്ത മലയാളം പറയാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട്. എങ്കിലും പാക്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്ന അയൽപ്പക്കത്തെ കണ്ടൻ പൂച്ചയോട് ഭാഗ്യം ദേഷ്യപ്പെട്ടു. കാരണം പൂച്ച എന്താണ്, തത്തയെ പിടിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൻ പൂച്ചയെ എന്താണ് അടുപ്പിക്കാറില്ല ഭാഗ്യലക്ഷ്മി വീട്ടിലേക്ക്. പൂച്ചെ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടു പോകരുത്. കുട്ടികൃഷ്ണനും പൂച്ചയെ ഓടിച്ചു. കടന്നു പൊയ്ക്കോ, അവൻ ഞങ്ങളുടെ മോനാ. അപ്പൊ ഭാഗ്യലക്ഷ്മിക്ക് അവൾ മോളും നമ്മുടെ കുട്ടികൃഷ്ണൻ എന്താണ്, അവൻ മോനുമാണ്. എന്നിട്ട് പൂച്ചയെ അവര് ഓടിച്ചു. ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിന് കുറുകെ വെച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കി കിക്കി എന്ന് ചിരിച്ചമർന്നു ആര്, നമ്മുടെ തത്ത. ചിലപ്പോഴൊക്കെ ഒരു പടി കൂടിക്കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. പിന്നെ നമ്മുടെ തത്ത എന്താണ്, ഇതൊക്കെ കണ്ട് രസിക്കല്ല, കളിയാക്കാനും അവരെ പറ്റിക്കാനൊക്കെ തുടങ്ങി. നോക്കിയേ നിങ്ങൾ, പാക്യം ദേ കണ്ടംപൂച്ച വന്നുട്ടോ എന്ന വിളി കേട്ട് അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരുന്ന പാക്യം തവിയോടെ രംഗപ്രവേശം ചെയ്തപ്പോൾ തത്ത പുഹോയ് എന്ന് ആർത്ത് വിളിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു, കണ്ടംപൂച്ച പറ്റിച്ചതാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മിയെ. എന്നിട്ട് ഭാഗ്യലക്ഷ്മി എന്താണ്, തവിയോടെ പൂച്ചയെ തല്ലാൻ വന്നപ്പോൾ പൂച്ച അവിടെ ഇവിടെ ഇല്ല. എന്നിട്ട് തത്ത എന്ത് പറഞ്ഞു, പുഹോയ് എന്ന് പറഞ്ഞ് അയ്യേ ഞാൻ പറ്റിച്ചേ എന്നുള്ള രീതിക്ക് കളിയാക്കി ചിരിച്ചു. തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു. എന്നിട്ട് തത്തയ്ക്ക് നേരെ ഭാഗ്യം ആ തവിക്കണ ഓങ്ങിയിട്ട് കയർത്തു. പുലി വന്നേ എന്ന് കൂവി വിളിച്ച ഒരുത്തന്റെ കഥ കേട്ടിട്ടുണ്ടോ നീ? അല്ലെ, പണ്ടൊരു കഥയുണ്ടായിരുന്നു, പുലി വന്നേ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയുന്നത്, അവസാനം പുലി വരും. അപ്പൊ അതേപോലെ നീ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി. ഇപ്പൊ തീരെ നേരമില്ല, ഒരു ദിവസം പറഞ്ഞു തരുന്നുണ്ട് എന്ന് ദേഷ്യം അഭിനയിച്ച് ഭാഗ്യം അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. കുട്ടി വിരുന്നുകാർ പടി കടന്ന് വരുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ തത്തയ്ക്ക് ഈ എന്താണ് മുകളിലായതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരുന്ന ആളുകളെ കാണാം. അപ്പൊ കുട്ടിയോട് പറയും, ദാ വിരുന്നുകാർ വരുന്നുണ്ടോ ട്ടോ എന്ന് തത്ത പറയും. അങ്ങനെ ആരപ്പ, അല്ലെ, പറഞ്ഞത് കേട്ടിട്ട് ആരപ്പ എന്ന് ചോദിച്ചു കുട്ടികൃഷ്ണൻ ഉമ്മറത്തെത്തിയപ്പോഴും തത്ത പൂഹോയ്, അല്ലെ, പറ്റിച്ചേ എന്ന് ആർത്തു വിളിച്ചു.
ആ ഇടയ്ക്ക് ഒരു ദിവസം ഭാഗ്യം പറഞ്ഞു, നിനക്കിപ്പോ കുറുമ്പ് ഇത്തിരി കൂടനുണ്ട്. ഒരു നല്ല തത്തച്ചെറുക്കനെ കണ്ടിട്ട് വേണം കെട്ടിച്ചു വിടാൻ. ഇല്ലിക്കമ്പിൽ കാൽവിരൽ കൊണ്ട് ഇറുക്കി പിടിച്ച് സർക്കസിലെ ബാറഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തറുതല പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നിനക്ക് കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്, ഇനി ഒരു നല്ല തത്തച്ചക്കനെ കിട്ടിയിട്ട് നിന്നെ എന്താണ് കെട്ടിച്ചു വിടണം എന്ന് നമ്മുടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അപ്പൊ തത്ത തിരിച്ചെന്ത് പറഞ്ഞു, അപ്പൊ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാല്ലേ പാക്യത്തിനെ കെട്ടിച്ചു വിട്ടത്. അപ്പോ പാക്യത്തിനെ കെട്ടിച്ചു വിട്ടത് പാക്യത്തിന് കുറുമ്പ് കൂടിയിട്ട് അല്ലേ എന്ന് തല തറുത്ത് പറഞ്ഞു. അതായത് തറുതല പറയാന്ന് പറയില്ലേ. അത് കേട്ട് കുട്ടിക്കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അമർത്തിയ ഒരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ കൂടിനടുത്ത് വന്ന് ഒരു രഹസ്യം പറഞ്ഞു. കുട്ടിക്കൃഷ്ണൻ ഇങ്ങനെ കൂടിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു. എന്താ പറഞ്ഞു, നീയേ ഒന്നാം തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിൽ കയറ്റ്. അല്ലെ, കുട്ടിക്കൃഷ്ണൻ അത് ഒരു ആൺതത്തയാണ്. അപ്പൊ പറഞ്ഞു, നീ ഒന്നാം തരം ഒരു പെൺതത്തയെ വിളിച്ച് കൂട്ടിൽ കയറ്റ്. അല്ലെ, കല്യാണം നമുക്ക് കെങ്കേമമായി നടത്താന്നേ എന്ന് ആര് പറഞ്ഞു? കുട്ടിക്കൃഷ്ണൻ തത്തയോട് പറഞ്ഞു. ചിറക് മെല്ലെ കോതിയൊതുക്കി തത്ത ഒരു തത്തം വിളമ്പി. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്ന് തത്ത തിരിച്ചു പറഞ്ഞു. കുട്ടിക്കൃഷ്ണൻ അങ്ങനെ എന്ത് ചെയ്തു, ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം വളരെയധികം ഇങ്ങനെ നീണ്ടുപോയി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോരുതേ. അങ്ങനെ കുട്ടിക്കൃഷ്ണൻ ഒരു ആലോചനാ ഭാവത്തോടെ ചാരു കസേരയിലേക്ക് മടങ്ങി. അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ചാരു കസേരയിലേക്ക് കടക്കുകയാണ് ആര്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ. അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞില്ല. കാരണം ഈ തത്ത ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും കാലം അല്ലെ മക്കളുടെ വേർപാടും കുഞ്ഞുങ്ങളെ കാണാത്തതിൻ്റെ ഒന്നും സങ്കടം ഇവരറിയാതെ ആ തത്ത കുഞ്ഞുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഇവർ പോയി. മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും. അങ്ങനെ ഇടയ്ക്ക് മക്കളൊക്കെ എങ്ങനെ ആലോചിച്ച് എന്താണ് മക്കൾ കാണാൻ വരാത്ത എന്നൊക്കെയുള്ള രീതിക്ക് ഇങ്ങനെ എന്താണ് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തത്തക്കുഞ്ഞ് പറയും എന്ത്, ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു. അല്ലെ, നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടി പറയുന്നതാണ്. ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണ് നേരിയതിന്റെ തുമ്പുകൊണ്ട് ഒപ്പി പുഞ്ചിരിയോടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്ത് നിന്ന് ഒരു പഴമെടുത്ത് കൂടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. നീ പച്ചത്തത്തയല്ല പച്ചക്കള്ളിയാണ് കേട്ടോ. അപ്പം ഭാഗ്യത്തിന് മനസ്സിലാവും ഞാൻ കരഞ്ഞതുകൊണ്ടാണ് അവൾ വിശപ്പ് അഭിനയിച്ചത്. അപ്പൊ ഭാഗ്യം പഴം ഇങ്ങനെ അകത്ത് വെക്കുന്ന സമയത്ത് പറയും, നീ പച്ചത്തത്തയല്ല പച്ചക്കള്ളിയാണ് കേട്ടോ എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും. കുട്ടിക്കൃഷ്ണൻ ചാരു കസേരയിൽ കിടന്ന് ഓർമ്മകളിൽ മുഴകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും. അങ്ങനെ കുട്ടിക്കൃഷ്ണനും ഇതേപോലെ എന്താണ് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന സമയത്തും തത്ത വിളിക്കും. ഭാഗ്യം വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കണുണ്ട് കേട്ടോ, അല്ലെ വിഷമിക്കണുണ്ട് എന്ന് നമ്മുടെ തത്ത വിളിച്ചു പറയും. അങ്ങനെയുള്ള തത്തയെയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്. 41 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലങ്കൈ അമർത്തി, അല്ലെ നെഞ്ചത്ത് ഇങ്ങനെ വലങ്കൈ അമർത്തി നിന്ന നിൽപ്പിൽ വീണു മരിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്തോ വന്ന് മരിച്ചതാണ്. അയാൾക്ക് ഈ ലോകം വേണ്ടാന്നായി. കണ്ണുനീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയത് കൊണ്ട് തത്ത കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അയാൾ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ തത്തയോട് പൊയ്ക്കോ എന്ന് പറഞ്ഞതായിരുന്നല്ലോ. അപ്പൊ തത്ത എന്താണ് കൂട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് നിശബ്ദം അയാളുടെ തോളിൽ വന്നിരുന്നു. എന്നിട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അയാളുടെ തോളിൽ ആ തത്ത വന്നിരുന്നു. എന്നിട്ട് മുഖത്തെ നരച്ച രോമക്കാടുകളെ നനപ്പിച്ച് കണ്ണുനീർ തുള്ളികൾ മെല്ലെ താഴോക്കി ഒഴുകുന്നത് കനിവോടെ അയാൾ നോക്കി നിന്നു. ആര്? നമ്മുടെ തത്ത നോക്കി നിന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ എന്താണ് രോമക്കാടുകളിലൂടെ ഇങ്ങനെ താടിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് തത്ത ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ചുണ്ടുകൾ കൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തു? താടിയിൽ ഇങ്ങനെ ചുണ്ടുകൾ കൊണ്ട് ഉരുമിയിട്ട് അയാളെ ആശ്വസിപ്പിച്ചു. കുട്ടി കരയല്ലേ കരയല്ലേ. എന്ത് രസമാണല്ലേ ഈ കഥ. അപ്പം അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് മനുഷ്യന്മാർ മാത്രമല്ല അല്ലെ, ചില ജീവജാലങ്ങളും എന്താണ് നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് കൂട്ടായിട്ട് വരും അല്ലെ. നമ്മളെ എന്താണ് ഇനിയും ജീവിപ്പിക്കണം എന്ന് പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആശ്വാസ വാക്കുകളും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അല്ലെ ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലും ഒക്കെ തന്നെയാണ്. അപ്പം പ്രതിസന്ധികളെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് അല്ലെ മറ്റുള്ളവരെ കൂടെ ചേർത്തുന്ന സമയത്താണ് നമുക്ക് എന്താണ് പ്രതിസന്ധികളെ ഇങ്ങനെ എന്താണ് വളരെ ധൈര്യത്തോടെ നേരിടാൻ പറ്റുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് തത്തക്കൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഗായ്സ്.